ഓക്കെ, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. ചെറിയ രീതിയിൽ മിസ്റ്റേക്ക് പോകുന്നുണ്ട് കേട്ടോ. കട്ടിയായി ഗൈസ്, കണ്ടില്ലേ? അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, പക്ഷെ പുറത്തോട്ടെടുത്ത് പെട്ടെന്ന് അലിയുന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല ഐസ് കട്ടായിട്ട് മാറിയേക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊരു കുഞ്ഞൻ ഫ്രീസർ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ ലഭിക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിത് ഉണ്ടാക്കുന്നത് അതാണ്ട് ഇതുകൊണ്ടൊരു കുഞ്ഞ് പെൽറ്റിയർ മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ആമസോണിലെ ഫ്ലിപ്കാർട്ടിലൊക്കെ മേടിക്കും കിട്ടും. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കാം. ഈ ഒരു പെൽറ്റിയർ മൊഡ്യൂളിനകത്ത് വൈദ്യുതി കടത്തിയുള്ളൂ. നമുക്ക് ഒരു സൈഡിൽ കൂടെ ചൂടും ഒരു സൈഡിൽ കൂടെ തണുപ്പാണ് ലഭിക്കുന്നത്. ഇത് 12 വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തണുപ്പ് ലഭിക്കുന്നത് ഈ ഒരു എഴുത്തുള്ള ഭാഗത്തോടാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള ഇത് നമുക്കൊരു 12 വോൾട്ടിൻ്റെ കൂളിംഗ് ഫാനും ഒരു ഹീറ്റ് സിങ്കുമാണ്. ഇനി ഈ ഫാനിൻ്റെ മുകളിലോട്ട് ഈ ഹീറ്റ് സിങ്ക് ഇത് കണക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇത് കണക്കൊരു ഹീറ്റ് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഹീറ്റ് സിങ്കിൻ്റെ മുകളിലോട്ട് ഇത് കണക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലോട്ട് നമ്മുടെ പെൽറ്റിയർ മൊഡ്യൂളിൻ്റെ ചൂട് വരുന്ന ഭാഗം ഇത് കണക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതുകൊണ്ടൊരു പ്ലൈവുഡിൻ്റെ പീസ് ഇതുകൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ 4 അറ്റത്ത് ഓരോ ഹോളും ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത്രയും കമ്പോണൻസ് നല്ല ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ഈ 4 ഹോളുടെയും കേബിൾ ടൈ കയറ്റിയിട്ട് നല്ല ടൈറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് കേബിൾ ടൈയുടെ അധികം നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി ഈ പെൽറ്റിയർ മൊഡ്യൂൾ തടിയുടെ ഭാഗമായി ചേരുന്ന സൈഡിൽ ശകലം ഗ്യാപ്പ് ഉണ്ട്. അത് ഞാൻ ഹീറ്റ് സിങ്ക് ഉപയോഗിച്ച് കവർ ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ ആ ഗ്യാപ്പെല്ലാം ഹീറ്റ് സിങ്ക് ഉപയോഗിച്ച് അടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ മൊഡ്യൂൾ കിറ്റ് വെക്കാനായിട്ട് ഞാൻ നമുക്കൊരു ബോക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് പ്ലൈവുഡിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാം. അങ്ങനെ ഞാനിത് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബോക്സിൻ്റെ ഒരു സൈഡിലോട്ട് നമുക്ക് ഇതുകൊണ്ട് ചാർജിംഗ് പോർട്ട് സെറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഒരു മൊഡ്യൂൾ കിറ്റ് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് ഇറക്കി കൊടുക്കാം. അങ്ങനെ ഞാൻ ഇതിനകത്തത് കൃത്യമായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെൽറ്റിയർ മൊഡ്യൂളിൻ്റെയും ഫാനിൻ്റെയും കണക്ഷൻ ഒരുമിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ ഒരു ഫീമെയിൽ 12 വോൾട്ടിൻ്റെ സോക്കറ്റോടെ കൊടുക്കാം. ഇത് നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ലൈനുകൾ ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. ഇനി ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ ഇതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ 4 ബുഷുകൾ വെച്ച് കൊടുക്കുകയാണ്. ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാനിൻ്റെ എയർ ഫ്ലോ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയാണ്. ഇനി ഞാൻ ഇതുകൊണ്ട് ഒരു വിജാഗിരിയുടെ സഹായത്തോടെ ഒരു ഡോറും വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് തുറക്കാനും അടയ്ക്കാനും എളുപ്പത്തിന് വേണ്ടി നമ്മളൊരു ഹാൻഡിലൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മിനി ഫ്രീസർ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ കണക്ഷനായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഫാൻ ഓൺ ആയിട്ടുണ്ട്. സൗണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കാം. ഞാൻ ജസ്റ്റ് തൊട്ട് നോക്കട്ടെ. തണുപ്പ് വരുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു പാത്രം കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടപ്പ് ക്ലോസ് ചെയ്യാം. എന്തായാലും ഇതിനകത്ത് കുറച്ച് സമയം എടുക്കും. എന്തായാലും നമുക്കൊരു അരമണിക്കൂർ വെച്ച് നോക്കാം. ഓക്കെ, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. ചെറിയ രീതിയിൽ മിസ്റ്റേക്ക് പോകുന്നുണ്ട് കേട്ടോ. കട്ടിയായി ഗൈസ്, കണ്ടില്ലേ? അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, പക്ഷെ പുറത്തോട്ടെടുത്ത് പെട്ടെന്ന് അലിയുന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല ഐസ് കട്ടായിട്ട് മാറിയേക്കുന്നത്. ആഹാ, അടിപൊളി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കുഞ്ഞൻ ഫ്രീസർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.